OET IELTS നമ്പർ 1 ടീച്ചേഴ്സ് അക്കാഡമി തന്നെ. ടീച്ചേഴ്സ് അക്കാഡമി ഉറപ്പാണ് വിജയം. அழகான பொண்ணு இதே மாதிரி எல்லாம் கிடைக்கணும்னு எல்லாருக்கும் ஒரு இது இருக்குமே. நம்ப முடியல. ஆமா ഒന്ന് കിള്ളി പഠിക്കണം. ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോ വീണை താണ്ടി വരുവാ. ഓക്കെ ഗുഡ് അടിപൊളി. உலகத்தில் எவ்வளவு பொண்ணுங்க இருந்து நான் ஏன் சார் ஜெஸ்ஸியை லவ் பண்ணேன். அன்னைக்கே கேட்டிருக்கணும். പ്രണയമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അശ്വിനെ വരുമ്പോ ഇതെല്ലാം ഇവിടെ കൊള്ളാക്കും തോന്നുന്നുണ്ട്. അയ്യോ എവിടെ നിന്ന് പറഞ്ഞാ എന്തോ. ഇതായിരുന്നു എന്റെ എക്സ്പ്രഷൻ. വന്നതേ ഫുൾ ഒരു ആറ്റിറ്റ്യൂഡാണ് വന്നു കയറുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന എല്ലാ ഫ്രണ്ട്സിനെയും തെറി വിളിച്ചു. ആര് പറഞ്ഞിട്ട് അവനെ ഇവിടെ വിളിച്ചോണ്ടാ? ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. ഞാനത് മനഃപൂർവ്വം ചെയ്തല്ല, അത് ഒരു സിറ്റുവേഷൻ വന്നുപോയി, അതുകൊണ്ട് ഞാൻ കൊടുത്തന്നേ ഉള്ളൂ. അതിനൊക്കെ ഞാൻ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. ഇവനും അശ്വിനും എന്നെ മീറ്റ് ചെയ്തപ്പോ കറക്റ്റ് എന്താ സത്യം എഴുതിയാ മതി കേട്ടോ. അശ്വിനെ ഞാനൊരു സെന്റൻസ് പറഞ്ഞേ, ഇത് എനിക്കൊരു തമിഴ് പടം ബ്രാക്കറ്റിൽ ഒബ്വിയസ്ലി നമ്മുടെ നടൻ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. കുറച്ച് ടെസ്റ്റ് എടുക്കാൻ ചുമ്മാ. ഞാൻ ജഡ്ജാണ്. ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. என்னென்னமோ தோணுற என்ன எக்ஸ்பிரஷன் ரைஸ் கொஞ்சம் விடுங்கம்மா, பெர்ஃபார்ம் பண்ண விடுங்க. പാസ് ഇരിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. ഐ വാസ് ഓൾമോസ്റ്റ് ഓൾവേസ് ഇൻസെക്യൂർ ബിക്കോസ് എന്റെ കൂടെ നിൽക്കുന്നവര് ഓൾവേസ് വേറെ പെണ്ണുങ്ങളെയായിരുന്നു നോക്കുന്നത്. ഐ ഹാഡ് എ ഹ്യൂജ് ക്രഷ് ഓൺ ഹിം. ഇപ്പൊ എന്തിനും കൈ കഴിക്കുന്നു, ഹീൽ ഹോൾഡ് എവറിത്തിങ്. എന്നോട് പറയും നീങ്ക വന്നാ മട്ടും പോതുങ്ക. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്റെ കൂടെ നിൽക്കുന്ന ആളാ, അല്ലാതെ എന്റെ വേറൊന്നും കണ്ടിട്ടൊന്നും അല്ല. ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു, റിംഗ് മേടിക്കുന്നു. ഒറ്റ ഷോട്ട് നമ്മുടെ സാധനം കിട്ടി, പക്ഷെ എന്റെ ഫേസ് കിട്ടിയില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ദിയ ഇപ്പൊ ദിയ എക്സൈറ്റഡ് ആയില്ലേ, അത് തന്നെ ഒന്നുകൂടെ ഒന്ന് കാണിക്കാവോ എന്ന് അവര് ചോദിച്ചു. ഒരു റോ ഫൂട്ടേജ് ഉണ്ട്, അത് ഞാൻ ഇറക്കും. താങ്ക് യു ഓൾസോ ഫോർ ഗിവിംഗ് മീ എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അയ്യോ ഇതെന്താ? പ്ലാസ്മ ഫെറസിസ്. എന്റെ പൊന്നിടാവേ. എന്നെ പറ്റി പുകഴ്ത്തിയൊക്കെ വിറ്റേക്കാണ്. പാടുള്ള വാക്കാണ്. നോക്കട്ടെ, BA ലിറ്ററേച്ചർ ഇംഗ്ലീഷ്. അത് വീണ്ടും പിന്നെ എടുത്ത് പറയണ്ട. കുട്ടേനിയസ്. പമ്പിച്ച പോരാട്ടത്തോട് കൂടെ പ്രഷർ ആവുന്നതാ കളി. ഹലോ ഹായ് കൺഗ്രാറ്റുലേഷൻസ്. ഇവരെ കാണുമ്പോ എനിക്ക് ശരിക്കും ഒരു യുദ്ധഭൂമിയിലേക്ക് നിങ്ങൾ അങ്ങ് എന്താ പറയാ ഇറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രണയം അങ്ങ് ഫൈറ്റ് ചെയ്യാനും ആ സ്നേഹിക്കാനും ഒക്കെ നിങ്ങൾ റെഡി ആയിട്ട് നമുക്ക് അങ്ങനെ പറയാറില്ലെങ്കിലും പക്ഷെ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു സോ മച്ച്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിക്കാണല്ലോ നിങ്ങൾ രണ്ടുപേരും. കത്തി നിക്കാണോ? അത്രയും കത്തി നിക്കാണോ? അതെ അതെ, കത്തി നിൽക്കുന്നവരുടെ ഇടയിൽ നമ്മൾ ഒന്ന് ചെറുതായി ജ്വലിക്കാമെന്ന് വിചാരിച്ചു. ആണല്ലേ? അതെ, നമുക്ക് നമ്മളും അങ്ങനെ ഇതാവട്ടെ, ഒന്നൊരു കുറവാക്കണ്ടെന്ന് വിചാരിച്ചു. അത് അശ്വിനാണ് ഒരു സ്റ്റോറി അങ്ങനെ പറയാറുള്ളത്. നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഡ്രീമി ഫീൽ ആയിരുന്നു നിങ്ങളുടെ വീഡിയോ കണ്ടപ്പം, ആ പ്രപ്പോസൽ വീഡിയോ കണ്ടപ്പം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഹോൾ എക്സ്പീരിയൻസ്? അത് അശ്വ തന്നെ പറയണം, ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് എക്സ്പീരിയൻസ്. അല്ല, ആക്ച്വലി എനിക്ക് അത് கொஞ்சம் ഡ്രീമിയാ ആയിരുന്നു. മീൻസ് അടിപൊളി. ഞാനത് ചെറിയ വയസ്സിലായാലും ശരി, കുറെ തമിഴ് സിനിമ അതൊക്കെ കണ്ടല്ല നമ്മൾ വളരുന്നത്. പിന്നെ ഒരു പ്രപ്പോസൽ സീൻ കാണുമ്പോ നമ്മളെ ഇപ്പഴേ செம்மையான்னு பண்ணணும்டா. അതന്നെ, அழகான பொண்ணு இதே மாதிரி எல்லாம் கிடைக்கணும்னு எல்லாருக்கும் ஒரு இது இருக்குமே. ஓகே, அப்ப ഞാനത് നம்ப முடியல. ആമാ, ഒന്ന് കിള്ളി പഠിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിട്ട് നിങ്ങൾക്ക് വെച്ചിരിക്കുകയാണ്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ ഈ പ്ലെയിൻ പേപ്പർ രണ്ടുപേരും പിടിച്ചേ. പ്ലെയിൻ പേപ്പർ വന്നാലേ സ്ട്രെസ് ആണ്. എന്താണ് വല്ല ദൈവമേ, ജനറൽ നോളജ് ഒന്നും അല്ലല്ലോ അല്ലേ? അതാവുമ്പോ എനിക്ക് വലിയ അറിവൊന്നും ഇല്ല അതില്. ഓക്കെ, അപ്പം ഇതില് ദിയ എഴുതണം ഫസ്റ്റ്. അശ്വിന് ദിയക്ക് ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോ ദിയക്ക് തോന്നിയ ആ ഒരു ഫീൽ എന്തായിരുന്നു? ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോഴാ ആ ഒരു ഫീൽ എന്തായിരുന്നു? ജസ്റ്റ് വളരെ വ്യക്തമായി എനിക്കറിയാം. സെന്റൻസ് ഒന്നും എഴുതണ്ടാ. ആ പ്രണയം ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം കണ്ടപ്പോ എന്താ എനിക്ക് ഫീൽ ചെയ്തത് കറക്റ്റ് ആയിട്ട് ഞാൻ എഴുതു. അശ്വിനെ വരുമ്പോ
നമ്മൾ ഇത്ര റൊമാൻറ്റിക് ആയിട്ട് ഡയലോഗ് വേണ്ടെന്ന് കാര്യമില്ല. ഇതെല്ലാം ഇവിടെ കൊള്ളാക്കും തോന്നുന്നുണ്ട്. പാത്തുമ്മ கொஞ்சம் റൊമാൻറ്റിക് എഴുത്. ഇല്ല, ഇത് സത്യം ഞാൻ എഴുതി എന്തിനാ എഴുതിയെന്ന് ചോദിച്ചാൽ ഞാനുള്ള കഥയും പറഞ്ഞു കൊടുക്കും. റൊമാൻറ്റിക് എഴുതുമാന്ന്. റൊമാൻറ്റിക് ആയിട്ട് ഒന്നും എഴുതായില്ല. ഓക്കെ, ഇനി അവിടെ അശ്വിന് പേന കൊടുക്ക്. അശ്വിന് എന്നെ മീറ്റിയപ്പോ കറക്റ്റ് എന്താന്ന് സത്യം എഴുതിയാൽ മതി കേട്ടോ. സത്യം. അശ്വിൻ ഇസ് വെരി കോൺഫിഡന്റ്. വെരി കോൺഫിഡന്റ്. അല്ല, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോ എന്തായിരുന്നു. ഞാൻ അശ്വിനെ ഞാനൊരു സെന്റൻസ് പറഞ്ഞേ. നോക്കരുത്, നോക്കരുത്. ഈ കുട്ടി ഞാൻ കുറച്ച് എക്സ്പേർട്ട് ആണ്. ഇത് വായിക്കാൻ പറ്റുമെങ്കിൽ പുണ്യം. അത്ര പന്ന ഹാൻഡ് റൈറ്റിംഗ് പേനയൊക്കെ പിടിച്ച് കുറെ നാളായി. ആണോ? അതെ, ലവ് ലെറ്റർ ഒക്കെ എഴുതി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. അതൊക്കെ പഴയ ഒരു സാധനമാണെങ്കിലും നമ്മൾ ഇപ്പൊ അത് പഠിക്കണം. ശരിയാ. അണ്ണൻ കണ്ണാരെയെ പേസുവേണ്ട. ഇത് എനിക്കൊരു തമിഴ് പടം നേരിട്ട് ലൈവായിട്ട് കാണുമ്പോഴേക്ക് തോന്നണം. ഓക്കെ, അപ്പം ഞാൻ വായിക്കാം. ആക്ച്വലി ഞാൻ വായിക്കില്ല, ഞാൻ ആദ്യം എന്താ നോക്കട്ടെ. ഡൺ. ഓക്കെ, അപ്പൊ മനസ്സിലായി എനിക്ക് ദിയക്ക് എന്തായിരുന്നു ഫീലിംഗ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ ദിയ ആക്ച്വലി അത് എക്സ്പ്രസ് ചെയ്തിട്ട് അശ്വിന് കാണിച്ചു കൊടുക്കണം. അശ്വിൻ അത് മനസ്സിലാവും ചെയ്യണം. Just look at him and do it, no? ആ, അയ്യോ, എവിടെ നിന്ന് പറഞ്ഞാ എന്തോ. ഇതായിരുന്നു എന്റെ എക്സ്പ്രഷൻ. മനസ്സിലായോ? യു വിൽ നോ ദ സിറ്റുവേഷൻ. എനിക്കറിയാം, ഇതിനുള്ള റിപ്ലൈ ഞാൻ പറയാം. ആദ്യം ആ പരിപാടി എന്തായിരുന്നു പറ. സിറ്റുവേഷൻ പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ്. പിറ്റി, പുച്ഛം, ആ ദേഷ്യം. വൈ ദേഷ്യം? ദേഷ്യമൊന്നുമില്ല, സോറി. ചൊറി അല്ലേ? yeah. ഇത്ര ക്യൂട്ടായ ആ കൊച്ചിന്റെ ഫേസ് കണ്ടിട്ടോ. ക്യൂട്ട്നെസിന്റെ അല്ല, ക്യൂട്ടാട്ടോ. we'll have to explain the situation. സിറ്റുവേഷന് മുമ്പ് ഒരു കാര്യം പറയാം. എങ്ങളെ മാതിരി പസങ്ങളെല്ലാം പാത്ത ഉടനെ പിടിക്കാതെ പാക്കപ്പാകതാൻ പിടിക്കും. കറക്റ്റ്. Okay, അയ്യോ, ഇത് എത്രാമത്തെ വിജയപ്പെടുത്തല ഡയലോഗ്. അയ്യോ, ഇവൻ വിജയ് ധനുഷ് എല്ലാത്തിനും കൂടെ കലക്കി രജനീകാന്ത് എല്ലാരും മിക്സ് ചെയ്ത് അങ്ങനെ നടക്കുന്നത്. സിനിമാറ്റിക് ലവർ ആണല്ലേ. തമിഴ് മൂവി. സ്ക്രിപ്റ്റ് വേറെ എങ്കിലും കിടക്കരുത്, ഡയറക്ടറാ നമ്മ എല്ലാം അങ്ങനെ തിരിടാ. See the situation I'll tell you. നമ്മൾ തമ്മിൽ ഫസ്റ്റ് ടൈം സംസാരിക്കാൻ ഇട വന്നൊരു സ്ഥലം ഇവിടത്തെ തന്നെ പുഞ്ചക്കിരിയിലെ ഷാപ്പിൽ വെച്ചാണ്. ഞാൻ വെള്ളം അടിക്കാറൊന്നുമില്ല, അതിനൊന്നും വേണ്ടി പോയതൊന്നുമല്ല. ഫുഡ് കിട്ടും. അടിപൊളി ഫുഡ് കിട്ടും. അവിടുത്തെ ഫിഷ് അതെന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു, മീൻ പൊള്ളിച്ചത്. അപ്പൊ അത് കഴിക്കാനാണ് ഞാൻ ചെന്നത്. എന്റെ 1-2 കൂട്ടുകാര് കോളേജ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ചെന്നു. അപ്പൊ ഇവൻ അന്ന് എന്റെ ഫ്രണ്ടാണ്. എനിക്ക് അത്രേ പരിചയമുള്ളൂ, വേറെ പരിചയമൊന്നുമില്ല. ഒരു പയ്യൻ. ഓക്കെ, അങ്ങനെ ഹി ജസ്റ്റ് കെയിം ഇൻ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഈ ഒരു മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫെലോ കുറച്ചധികം പ്രൈസ് ചെയ്യുമായിരുന്നു പുള്ളിക്കാരനെ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഐ ഹാഡ് വൺ ഈഗോ വെൻ ഐ വാസ് ഇൻ കോളേജ്. എനിക്ക് വെച്ചാൽ എല്ലാവരും എന്നെ പുകഴ്ത്തണം എന്നൊരുണ്ട്. അത് അന്നത്തെ അസുഖം. എന്തെങ്കിലും കൊടുത്തായിരുന്നു ആ ഫ്രണ്ടിന്? എന്തെങ്കിലും മറ്റേ കൈക്കൂലി ഇല്ല, ചുമ്മാ ലൈക്ക് ഇവന്റെ സാലറി ഹൈ ആണ്, അങ്ങനെയാണ് ഇങ്ങനെ പുകഴ്ത്തലുണ്ട്. അപ്പൊ എനിക്ക് പൊതുവെ എന്തോ ഇയാളുടെ പേര് ഇങ്ങനെ ആ ഒരു ചർച്ചയിൽ വരുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, കേട്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. സോ വൺ ഡേ ഹി കെയിം. ആ പുഞ്ചഗിരി ഷോപ്പിൽ ഹി ജസ്റ്റ് കെയിം. വന്നതേ ഫുൾ ഒരു ആറ്റിറ്റ്യൂഡാണ് വന്ന് കയറുന്നത്. എന്റെ ഒന്നും മുഖത്തോട്ട് പോലും നോക്കുന്നില്ല. ഹി കെയിം ദർ, ഹി സാറ്റ്. എല്ലാരും അടിച്ചു പൊളിച്ച് കഴിക്കുന്നു. ഇറങ്ങാൻ സമയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നൈസായിട്ട് അങ്ങ് ഇറങ്ങി. ബില്ലെല്ലാം കൂടെ വന്ന് എന്റെ തലയിലായി. അപ്പൊ എനിക്ക് ഒന്നാമതേ പുള്ളിക്കാരനെ ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അടിച്ചു കയറ്റി ഫുഡിന്റെ ബില്ല് എനിക്ക് വന്നപ്പോ ഞാനെല്ലാം കൂടെ ഇപ്പൊ ഒരു പണി കിട്ടിയല്ലോ. കിട്ടി, അതിനെല്ലാം കൂടെ ചേർത്ത് ഇപ്പൊ ഞാൻ ഒരു പണി കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെയും ഇരുന്ന് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എല്ലാ ഫ്രണ്ട്സിനെയും തെറി വിളിച്ചു. ആര് പറഞ്ഞിട്ട് അവൻ ഇവിടെ വിളിച്ചോണ്ടെന്ന്. അവൻ കഴിച്ച എന്റെ ബില്ല് ഇപ്പൊ ഞാൻ കൊടുക്കേണ്ട വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചൊറിയായി. പക്ഷെ പിന്നെ അതിന്റെ കോമ്പൻസേഷൻ ഉണ്ടാക്കി. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരൻ തന്നെ വീണ്ടും വേറൊരു കഫേയിൽ വന്നു. അവിടെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പതിയെ കൈ കഴുകാൻ എണീച്ചങ്ങ് പോയി. ബില്ല് വന്നപ്പോ പുള്ളിക്കാരന്റെ തലയിലായി ബില്ല്. അന്ന് ഇവനെ കൊണ്ട് കൊടുപ്പിച്ചപ്പോ ഒരു സമാധാനം. പക്ഷെ വേറൊന്നും ആദ്യത്തെ ഇൻസിഡന്റ് മനഃപൂർവ്വം അല്ലായിരുന്നു അല്ലെ അശ്വിൻ മനഃപൂർവ്വം ആയിരുന്നില്ല, അത് പിന്നീട് ഐ കേം ടു നോ. ദ തിങ് ഈസ് ദാറ്റ് ഇവനെ 1-2 ഫ്രണ്ട്സ് വിളിച്ച് വരുത്തിയതാണ്. അപ്പൊ ഇവൻ എമർജൻസി ആയിട്ട് വർക്ക് ചെയ്ത കാര്യത്തിൽ ഇറങ്ങി പോയതാണ്. പക്ഷെ എനിക്കൊന്നും ഇവനെ പരിചയമില്ലാത്തതുകൊണ്ട് ഐ ഫെൽറ്റ് വെരി ലൈക്ക് ഒരു ഇറിറ്റേറ്റഡ് ആയി. നടക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഐ മേഡ് ഹിം പേ മൈ ബിൽ ലേറ്റർ ഓൺ. സോ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. ഞാനത് മനഃപൂർവ്വം ചെയ്തല്ല, അത് ഒരു സിറ്റുവേഷൻ വന്നുപോയി, അതുകൊണ്ട് ഞാൻ കൊടുത്തത്. അതിനൊക്കെ ഞാൻ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഞാന് അശ്വിൻ എന്തോ ആക്ച്വലി എഴുതിയിട്ടുണ്ട്, എനിക്കിത് വായിക്കാൻ പറ്റില്ല. അത് എക്സ്പ്രഷൻ ചെയ്തിട്ട് കാണിക്കണം. ഞാൻ വായിക്കണില്ല. ഇതിൽ എഴുതിയിട്ടുള്ള ഇതില് എഴുതിയിട്ടുള്ള പരിപാടി അശ്വിൻ ആക്ട് ചെയ്തിട്ട് നമ്മുടെ ദിയക്ക് മനസ്സിലാവണം.
ഞാനത് ജഡ്ജ് ചെയ്യണേ, ഞാൻ ജഡ്ജാണ്. ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. என்னென்னமோ தோணுற, என்ன எக்ஸ்பிரஷன் இது? கொஞ்சம் விடுங்கம்மா, பெர்ஃபார்ம் பண்ண விடுங்கம்மா. അല്ല പറ. പേര് പറ, വേഗം പറ. ഓക്കെ, ഷോ ഓഫ് അൺവാണ്ടഡ് ആയിട്ടുള്ള ജാട. നന്ദി. പക്ഷേ വേറൊരു കാര്യം കൂടെ എഴുതി അതില്. ദാറ്റ് ഈസ് റൈറ്റ്. അതന്നെ പറഞ്ഞിരിക്കണേ, അൺവാണ്ടഡ് ഷോ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ ജാട ആറ്റിറ്റ്യൂഡ്. പക്ഷെ ബ്രാക്കറ്റിൽ അതിൽ കൊഞ്ചം ഒബ്വിയസ്ലി നമ്മുടെ നടൻ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണ് ഗസ് ചെയ്യേ? ചുമ്മാ അത് കുറച്ച് ടെസ്റ്റ് എടുക്കുക, ഒന്ന് ചുമ്മാ. എന്തായിരിക്കും? നമ്മുടെ അശ്വിന്റെ ഒരു ടച്ച് ഉണ്ട് അതില്. സുന്ദരി ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. ഓക്കെ ഓക്കെ. അതായിരുന്നു ആദ്യം ഷോ ഓഫ് ആന്ന് തോന്നിയില്ലേ? അല്ല, ഞാൻ അത് ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോ ഇതെന്തോ അല്ല ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഇത് ലൈക്ക് യു മീൻ ബ്രൈറ്റ്? ആ ബ്രൈറ്റ് മറ്റേ കാര്യങ്ങളൊക്കെ. ഭയങ്കര ഒരു ഓറ ഫീൽ. ബിക്കോസ് ഓറന്നല്ല, സോറി, അതല്ല, ഓരോന്നുമില്ല, അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു കേട്ടേ ഉള്ളൂ. ഇവര് ഇങ്ങനത്തെ മീൻസ് സിസ്റ്റേഴ്സ് ഇച്ചിരി ആ ആളാണെന്ന് തോന്നുന്നു. അപ്പൊ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, നേരിട്ടൊന്നും കണ്ടിട്ടില്ല. നേരിട്ട് കാണുമ്പോ എന്തോ ഒരു സിനിമയിലൊന്നും ഇങ്ങനെ എന്തോ വരത്തില്ലേ, ഒരാള് ഇങ്ങനെ ഇറങ്ങി വരത്തില്ലേ, ആ സീരിയസ് ആ ഫീലായിരുന്നു. അപ്പൊ ഏത് മൂവിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് സ്കോറാണ് ഓടിക്കൊണ്ട് പോയത്? അപ്പൊ എനിക്കൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. വേണമെങ്കിൽ അത് ഏത് മൂവിയിൽ നമുക്ക് അത് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ വിണയത്താണ്ടി വരും. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്, അടിപൊളി അടിപൊളി. ഇത് പറയത്തില്ലേ, ഒരാത്തിൽ എവ്വളോ പൊണ്ണു നായ ജസ്സിയ ലോപ്പുണ്ട്. അന്നിക്ക് കേട്ടിരിക്കണം. കൊള്ളായിരുന്നു, മീൻസ് അത്ര വേറൊന്നുമില്ല, അശ്വിൻ. അപ്പൊ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അശ്വിൻ എന്താ പറയാ, ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു, റിങ് മേടിക്കുന്നു, അതിലുള്ള സർപ്രൈസസ് ഫ്രണ്ട്സിനെ വിളിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടു ആൾക്കാർ പറയുന്നത് എന്താ അശ്വിനെ? എന്നാ சொல்றாங்க? സ്ക്രിപ്റ്റഡ് ആണെന്ന്. സ്ക്രിപ്റ്റഡ് ആണ്. ആൾക്കാർ പറയുന്നത് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആയത് മുന്നേ ഇവർക്ക് അറിയാമായിരുന്നു, എന്തിനാ ഇങ്ങനെയൊക്കെ അഭിനയിക്കണേ എന്നൊക്കെ. അപ്പൊ അത് കേട്ടപ്പോൾ അത്രയും കമന്റ്സ് വന്നപ്പോൾ, ബട്ട് സ്റ്റിൽ ഒരുപാട് നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു. 99% ഗുഡ് ആൻഡ് 1% ബാഡ്. ഈ മറ്റേ ഡെറ്റോൾ ഉപയോഗിച്ച് കഴിഞ്ഞ അവസാനത്തെ ഒരു 0.1% കീടാനും ഇല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ അത് കേട്ടപ്പോ എന്താ അശ്വിന് തോന്നി? വാസ് ഇറ്റ് സ്ക്രിപ്റ്റഡ്? അതിന് മുമ്പ് ഒരു കാര്യമാണ്, നമ്മൾ അത് ക്രിറ്റിസിസം ആവാം. ഞാനിത് ഇപ്പം പ്രൊപ്പോസലിന് വേണ്ടി ആക്ച്വലി ഞാൻ പറയുന്നില്ല. നമ്മളിപ്പം എന്ത് കാര്യം ചെയ്താലും ഇപ്പം നമ്മൾ എന്നെ പണ്ണാലും ക്രിറ്റിസിസം ആവില്ല, ഓക്കേവാ. പക്ഷെ അത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിരിക്കണം. ലൈക്ക് എന്താണ് ഒരാളെ ഇപ്പടി താഴ്ത്തി കാണിക്കരുത്. അത് അവർക്ക് അത് എല്ലാവർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ടാവും ആക്ച്വലി, എന്ത് വേണം ചെയ്യാം. പക്ഷെ അത് മറ്റൊരാളുടെ മനസ്സ് ആക്ച്വലി പുൻപെടുത്താൻ വരണം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല, എല്ലാവരും സൂപ്പർ ഒന്നുമില്ല. ആൻഡ് ഇത് ഈ ചോദ്യത്തിന് ഞാൻ ആ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോ മനസ്സിലായി കാണും. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു, ഞാൻ കുറച്ച് പേർക്ക് ഞാൻ റിപ്ലൈ പറയാണ്, ഇടയ്ക്ക് ഈ ഷോട്ടുകളൊക്കെ ഇല്ലേ, ഞാനിത് ഇത്രയും പ്ലാനൊക്കെ ചെയ്താണ്, ഓക്കേവാ. അപ്പോൾ ഞാനിത് റൂം മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ആക്ച്വലി ബുക്കൊക്കെ ചെയ്തു. പക്ഷെ എൻ്റെ കയ്യിൽ ഇച്ചിരി ഇതൊക്കെ ആകുമ്പോൾ ഇച്ചിരി ബഡ്ജറ്റ് കൂടി പോയി. എൻ്റെ ഒരു 5-6 ക്യാമറമാനൊന്നും ഇല്ല. അതായത് ഇവിടെ നിങ്ങൾ ആക്ച്വലി ഹോസ്റ്റ് ചെയ്ത് അടിപൊളി സെറ്റപ്പ്, അത് പറയണമല്ലോ. ഞാൻ ബിക്കോസ് ഇത് എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഞാൻ ആക്ച്വലി കുറച്ച് നെർവസ് ആയിട്ടാണ് ഇരുന്നത്. ഇപ്പൊ కొంచెം പഴകടിച്ച്. ഓക്കെ, അല്ല അത് എല്ലാം കൊള്ളാം. അപ്പൊ ഇതിന്റെ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ഞാൻ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, വേറെ ആർക്കും ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല. എനിക്ക് എന്റേതായ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പുള്ളിക്കാരി സർപ്രൈസ് ഒക്കെ ആയി, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ഫീൽ ഉണ്ട്, അതെനിക്ക് ഓക്കെ എല്ലാം അറിയാം. ഓക്കെ, പക്ഷെ എനിക്ക് ഈ ലോകത്തിന് കൂടെ കാണിക്കണമായിരുന്നു. പക്ഷെ അതിനുള്ള എനിക്ക് എന്താ പറയാ ഒരു റിസോഴ്സസ്. ഇപ്പം ഞാൻ ഒരു ഷോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത് എന്നെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, കണമേ കാണാൻ കിട്ടത്തില്ല. അപ്പൊ അത് കിട്ടത്തില്ല. അപ്പൊ എനിക്ക് കാണണം എന്താണ്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഇത് ലൈക്ക് എന്താ ഒരു 20 വർഷമായാലും ആക്ച്വലി ബിക്കോസ് ദ ലവ് വി ഹാഡ് ഫോർ ഈച്ച് അതർ ഇസ് ട്രൂ. അപ്പൊ ഞാനിതിപ്പോ ഒരു ക്യാമറയിൽ വന്നിട്ട് ഞാൻ ആക്ച്വലി ഇങ്ങനെ റൊമാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാലും ഞാൻ അതെന്താണ്, ഞാനത് ജീവിക്കുകയാണ് ചെയ്യണത്. എനിക്കത് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, തമ്മിൽ ഇഷ്ടമുള്ളതുകൊണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അത് എനിക്ക് 2-3 ഷോട്ട് എടുക്കേണ്ടി വന്നത്. ഒരു റോ ഫുട്ടേജ് ഉണ്ട്, അത് ഞാൻ ഇറക്കും. ഓക്കെ, ബിക്കോസ് ഒന്നുമല്ല, റോ ഫുട്ടേജ് ഉണ്ട്. ആൾക്കാർ ഫോണിലെടുത്തു, ഫ്രണ്ട്സ് ബാക്കി ഫോണിലെടുത്തു. അത് ആക്ച്വലി വ്യൂവേഴ്സ്ക്കും പാക്കറതുക്കും കൊഞ്ചം വേണമല്ലോ, അതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്താണ്. ആൻഡ് പ്രീ പ്ലാൻഡ് ആക്ച്വലി ചെയ്തെന്ന് കുറച്ച് പറഞ്ഞ് ഒരു 50% അങ്ങനെ പറയാം.
And also, റിംഗിന്റെ this is a ring that I'll have to wear for my whole life. Yes, Because we'll get you're wearing yeah, it because, right now. yeah, I'm wearing it right now. Yes. അപ്പൊ I'll have to wear it. അപ്പൊ ഇവന് പരിചയമുള്ള ആരുടെയെങ്കിലും ഒരു മോതിരത്തിന്റെ സൈസും കൊണ്ട് എന്റെ അടുത്ത് വരാൻ പറ്റുമോ? അതെ, ഇല്ല. ഇല്ല. ഞാൻ ആദ്യം തെറി വിളിക്കും, എടേ എന്റെ റിംഗിന്റെ സൈസ് എടുത്തുകൂടായിരുന്നു എന്ന് ഞാൻ അപ്പൊ തന്നെ കരഞ്ഞോണ്ട് ചോദിക്കും. റിംഗ് സൈസ് അറിയാം, ഞാനത് ഇതിലെ ബാക്കി രണ്ടൊക്കെ ഞാൻ കൊടുത്താണ്. But then when he went to the place, അവർ ഇവരോട് പറഞ്ഞു പെർഫെക്റ്റ് സൈസ് ഇല്ലെങ്കിൽ ചിലപ്പോ പ്രശ്നമാവും, പിന്നീട് കൊണ്ടുവന്ന ടൈം എടുക്കും. അപ്പൊ ഇവന് സ്ട്രെസ്സായി. അപ്പൊ ഇവൻ എന്റെ അടുത്ത് ഒന്ന് രണ്ട് വെറുതെ കുറച്ച് കള്ളമൊക്കെ പറഞ്ഞു, ഇതുപോലെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് നിനക്ക് ഒരു റിംഗ് തരണം എന്നുണ്ട്, അപ്പൊ ഒന്ന് വരുമോ നമുക്ക് അളവെടുത്ത് നോക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒബ്വിയസ്ലി വിചാരിച്ചു, കാരണം ഇയാള് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഈ റിംഗ് ആയാലും ഇതായാലും ഇതൊക്കെ പുള്ളിക്കാരൻ ഗിഫ്റ്റ് ചെയ്ത എല്ലാം ഗിഫ്റ്റ് ചെയ്ത് തന്ന. അപ്പൊ അതേപോലെ എനിക്ക് വെറുതെ തരാനായിരിക്കും വെച്ചപ്പോൾ ഹി ലവ്സ് ബൈ മീ റിംഗ്സ് ആൻഡ് ഗിഫ്റ്റ്സ്. അപ്പൊ ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടു, ഞാൻ എന്റെ ഈ റിംഗ് വല്ല ഊരിത്തരാം, അത് കൊണ്ട് കൊടുക്ക്. അപ്പൊ ഇവൻ പറഞ്ഞു, അല്ല നീ വാ, ഇപ്പൊ എന്താ ഇവിടെ കവിയാറി തന്നെ അല്ലേ എന്നുള്ള മന്നെ എന്നെ വിളിച്ചോണ്ട് പോയി അളവൊക്കെ എടുത്തു. ഞാൻ തന്നെ പണ്ട് ഇവന് ഐ എം സംബഡി ഹൂസ് ലൈക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാലോ ഒരു റിംഗ് ഇഷ്ടപ്പെട്ടോ ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടാലോ അതിങ്ങനെ വെറുതെ അയച്ചു കൊടുക്കും. എടീ നോക്കടോ അടിപൊളിയല്ലേ എന്ന് പറയുന്നത് അയച്ചു കൊടുക്കും. അപ്പൊ അതേപോലെ ഞാൻ എപ്പോഴേക്കും അയച്ചു കൊടുത്ത കുറെ റിംഗിന്റെ ഒക്കെ ഡിസൈൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇവൻ മറ്റേ ഇങ്കി പിങ്കി പോങ്കി കളിച്ച് നല്ലോണം നോക്കി ഡിസൈഡ് ചെയ്തിട്ട് ഹി ടുക്ക് ഇറ്റ്. അപ്പൊ എന്റെ അളവ് കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അഫ്കോഴ്സ് എനിക്ക് എവിടെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഹിസ് ഗോയിങ് ടു ഗിവ് മീ സംതിങ്. പക്ഷെ അത് ന്യൂ ഇയറിന് തന്നെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ഡൗട്ട് ബിക്കോസ് ന്യൂ ഇയറിന് ഞാൻ ലണ്ടനിലായിരുന്നു വീട്ടുകാരുടെ. അപ്പൊ ഇവൻ ലണ്ടനിലിരിക്കുമ്പോൾ എനിക്ക് തരേണ്ട കാര്യമില്ല, ഇങ്ങനെ ഒരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോ ഞാൻ ഇവനോട് ചോദിച്ചു, താ എന്തിനാന്ന് എന്റെ അളവെടുത്ത്? ഞാൻ ലണ്ടനിൽ പോയിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു, അതാണ് ഞാൻ അന്ന് അളവ് കൊടുത്തും പോയി, നിനക്ക് തരാനും പറ്റിയില്ല, അതിപ്പോ ഇനിയിപ്പോ ഞാൻ പിന്നെ അവരെ ഫോളോ അപ്പ് ചെയ്തില്ല, വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിട്ടു. അപ്പൊ എന്റെ മനസ്സിൽ മറ്റേ ഇവൻ കള്ളം പറയുന്ന കുറച്ച് ബോറാണ്. അപ്പൊ എനിക്ക് എവിടെയൊക്കെയോ ഒരു ഡൗട്ട് അടിച്ചു, കള്ളം പറയുന്നതാണെന്നൊരു ഡൗട്ട് എനിക്ക് അടിച്ചായിരുന്നു. പിന്നെ ഞാൻ വെച്ചു, ഞാനൊരു മോതിരം എക്സ്പെക്ട് ചെയ്ത് ഇരിക്കാൻ പാടില്ല, ഐ ഷുഡ് നോട്ട് ബി സംബഡി ഹൂസ് മെറ്റീരിയലിസ്റ്റിക്. തരുമായിരിക്കും എന്നും പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങ് വിട്ടു. ചിലപ്പോ അവന് അപ്പൊ ഒരു മൂഡ് വന്ന് കാണും, ഇപ്പൊ പോയി കാണും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടു. എന്നിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇതുപോലെ ഓഫീസിലൊരു ഹൈക്ക് കിട്ടി, വർക്കിൽ ഹൈക്ക് കിട്ടി, പ്രൊമോഷൻ കിട്ടി, അപ്പൊ ഇതുപോലെ ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് കൊടുക്കുന്നുണ്ട്, അപ്പൊ നീയും വരണം. അപ്പൊ എല്ലായിടത്തും ഞാൻ ബീച്ച് കളർ അല്ലെങ്കിൽ ക്രീം കളർ ഡ്രസ്സാണ് തീം പറഞ്ഞേക്കുന്നത്, അപ്പൊ വരണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ മറ്റേ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പുതിയ ഡ്രസ്സൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വന്നു. ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോ ഐ എം നോട്ട് സ്റ്റുപ്പിഡ്. ഞാൻ അവിടെ വന്നു കയറിയപ്പോ തന്നെ ദൂരെ ഐ സോ ദിസ് കൈൻഡ് ഓഫ് ഒരു ഡെക്കറേഷൻ സംതിങ്, സം പീപ്പിൾ വർ ലൈക്ക് ഇവന്റിന്റെ ആൾക്കാര്. അപ്പോ ഓബൈ തമാരയിൽ നമ്മൾ പൊതുവേ ചെല്ലുമ്പോൾ ആ ഒരു കോർണറിൽ ഇറ്റ്സ് ഓൾവേസ് ഡെക്കറേറ്റ് ഫോർ സംതിങ്. ഓക്കെ, അപ്പൊ എന്റെ മൈൻഡിൽ കൂടെ 50-50 പോയി, അത് എനിക്കുള്ളതാണോ അതോ വേറെ ആരുടെയെങ്കിലും ആണോ? അപ്പൊ എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് നമുക്ക് കിട്ടാതെ വന്നാലേ ചമ്മും ആണല്ലോ. അപ്പൊ എനിക്ക് ചമ്മാൻ വയ്യായിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ടിട്ട് കാണാത്ത പോലെ അവിടെ മുകളിൽ ഒരു റൂമിന്റെ അവിടെ പോയി ഇരുന്നു, എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ചിട്ട് ഞാൻ അവിടെ പോയി ഇരുന്നു. ആ സമയം കൊണ്ട് പുള്ളിക്കാരൻ വ്ളോഗിന്റെ എന്തോ ബിറ്റൊക്കെ ഞാൻ അറിയാതെയൊക്കെ എടുത്ത് വെച്ച് താഴെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഫ്രണ്ട്സ് 1-2 പേര് അവിടെ റെസ്റ്റോറൻറ്റിനകത്തുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ എന്നെ കൊണ്ടൊക്കെ ചിരി, ഭയങ്കര ചിരി. ഒബ്വിയസ്ലി എനിക്ക് ഡൗട്ട് വന്നു. എന്നിട്ട് നമുക്കിപ്പോ ഞാൻ എക്സൈറ്റഡ് ആയി, ബേസിക്കലി ഡൗട്ട് അടിച്ചിട്ട് ഐ വാസ് എക്സൈറ്റഡ്. ആൻഡ് ദെൻ ഹി കെയിം, ബ്ലൈൻഡ് ഫോൾഡ് കെട്ടാൻ പറഞ്ഞു. ഐ വാസ് ലൈക്ക് ഓക്കെ. അങ്ങനെ വന്നു. എനിക്ക് ഉള്ളിന്റെ ഉള്ളിലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഇത് തന്നെയാ സംഭവം എന്ന്. അപ്പൊ ഐ വാസ് ഓൾ പ്രിപ്പയർഡ് ടു സേ യെസ്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോ ഒറ്റ ഷോട്ട് നമ്മുടെ സാധനം കിട്ടി. പക്ഷെ എന്റെ ഫേസ് കിട്ടിയില്ല, പുള്ളിക്കാരന്റെ ഫേസേ കിട്ടിയുള്ളൂ. അപ്പോ അവര് ക്യാമറമാൻ തന്നെ ചോദിച്ചു, ഇതിപ്പോ എടുത്തും കഴിഞ്ഞു, പക്ഷെ അശ്വിന്റെ ഫേസ് കിട്ടിയുള്ളൂ, അപ്പൊ ഇപ്പൊ എന്താ ചെയ്യണ്ട? അപ്പൊ അശ്വിൻ പറഞ്ഞു, അയ്യോ എന്റെ ഫേസ് വെച്ച് എനിക്ക് കാണണ്ട, എനിക്ക് തിയേയുടെ എക്സ്പ്രഷൻ തന്നെ വേണം. സർപ്രൈസ് കൊടുത്തിട്ട് എനിക്ക് കാണണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഐഡിയ പോയില്ല, എനിക്ക് 2-3 ഷോട്ട് എടുക്കണം. ഈ 2-3 ഷോട്ട് അത് ഇങ്ങനെ. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ദിയ ഇപ്പൊ ദിയ എക്സൈറ്റഡ് ആയില്ലേ, അത് തന്നെ ഒന്നുകൂടെ ഒന്ന് കാണിക്കാവോ എന്ന് അവര് ചോദിച്ചു. നമ്മളെല്ലാരും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഫീൽഡിലുള്ളവരാ. അപ്പൊ ഒന്നുകൂടെ ഷോട്ട് പറഞ്ഞ് നമുക്ക് അറിയാം എന്തുകൊണ്ടായിരിക്കും ക്യാമറമാൻ അത് പറഞ്ഞത്. അപ്പൊ ഒറിജിനൽ സംഭവം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം അവര് നമ്മുടെ തന്നെ ഫുട്ടേജിന് വേണ്ടിയിട്ട് 1-2 ഷോട്ട് പറഞ്ഞു. നിങ്ങൾക്ക് അതൊരു മെമ്മറി അല്ലേ? അഫ്കോഴ്സ് നമ്മുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ തലയുടെ ബാക്ക് കാണിച്ചുകൊണ്ട് എന്ത് വീഡിയോ ഇടാൻ പറ്റും? അത് കണ്ട് അതിനെ കുറ്റം പറയാൻ ആൾക്കാർ വരുമല്ലോ, എടുക്കുമ്പോ നല്ല വീഡിയോ എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. ആ പറയുന്നവർ തന്നെയാണ് ഇപ്പൊ ഇതും വന്ന് പറഞ്ഞേക്കുന്നത്. സോ നമ്മളത് ക്ഷമിക്കുക, മൈൻഡ് ചെയ്യാതെ. സമ്മതിച്ചപ്പോ തന്നെ എനിക്ക് എന്താ പറയാ, നല്ല ഹാപ്പി, സൂപ്പർ. പിന്നെ 2-3 ഷോട്ട് എക്സൈറ്റ്മെന്റ് നമ്മളങ്ങ് എടുത്തതാണ്. അങ്ങനത്തെ ഒരു ചോദ്യം ഇപ്പം പറഞ്ഞില്ലേ, പ്രീ പ്ലാൻഡ്. അപ്പൊ അങ്ങനെ കുറച്ച് പേർക്ക് തോന്നിയാലും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ആക്ച്വലി സോറി. എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ആക്ച്വലി ചെയ്തായിരുന്നു. എന്റെ ഫസ്റ്റ് ടൈം ആണ്. കുറച്ച് പേർക്ക് ഇങ്ങനെയൊന്നും ഒരു പെണ്ണിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടില്ലല്ലേ? അതെ, കുറച്ച് പേർക്ക് അത് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഞാൻ അവർക്ക് എല്ലാവർക്കും താങ്ക് യു, അതെനിക്ക് പറയണമെന്നുണ്ട്, നന്ദിയുണ്ട്. കുറെ ഞാൻ പൂജ പറഞ്ഞ പോലെ കുറച്ച് നല്ല കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു.
എനിക്ക് സന്തോഷമായി അതെ. ഫൈനലി ആൻഡ് താങ്ക് യു ഓൾസോ ഫോർ ഗിവിംഗ് മീ എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. Thank you for the decoration. മാജിക്കലായിരുന്നു പൂജ പറയുന്ന പോലെ. It was a very beautiful positive day. ലൈഫിൽ ഞങ്ങളെ കരയിപ്പിക്കല്ലേ അവിടെ വന്ന ഫ്രണ്ട്സ് എല്ലാവരും ഇല്ലേ, എവറിബഡി വാസ് വെരി ഹാപ്പി അന്ന് എല്ലാരും. അപ്പൊ അവരും കോപ്പറേറ്റ് ചെയ്ത് തന്നു. 2-3 ഷോട്ട് എക്സ്ട്രാ നമ്മൾ റെഡി ആദ്യ ഷോട്ട് എടുത്തു. എല്ലാരും ബാക്കി നിന്ന് കൈയടി അഭിനയമായിരുന്നു എല്ലാരും. നിങ്ങള് പ്രപ്പോസൽ ഒക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ബട്ട് അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരു ഫീൽ തോന്നിയിട്ടുണ്ടാവില്ലേ? ദ മൊമെന്റ് യു ഫെൽ ഇൻ ലവ്, യു ഗൈസ് ആർ. I had a huge crush on him because എനിക്ക് ഞാൻ കുഞ്ഞായിരുന്നപ്പോ തൊട്ടേ തമിഴ് മൂവീസ് ആണ് മലയാളത്തിനേക്കാൾ കൂടുതൽ കാണുന്നത്. രഞ്ജികാന്ത്, ധനുഷ്, വിജയ്, സൂര്യ ഇവരൊക്കെ തന്നെയാണ് എനിക്ക് എല്ലാരെയും പോലെ തന്നെ പൊതുവെ ഒരു സ്നേഹം. അപ്പൊ എനിക്ക് നമ്മൾ ഈ മലയാള സിനിമയെക്കാൾ കുറച്ച് മാസ് കൈൻഡ് ഓഫ് റൊമാൻസ് ആണല്ലോ എപ്പോഴും തമിഴിൽ കാണിക്കുന്നത്. അതായത് ആ ചെക്കൻ ആ പെണ്ണിന് വേണ്ടി കിടന്ന് മരിക്കുന്നത് കാണിക്കുമല്ലോ. മലയാളം പടത്തിൽ പൊതുവെ ആണുങ്ങൾ വലുതും പെണ്ണുങ്ങൾ മറ്റേ ഒരു ആ ടൈപ്പ് ആണല്ലോ പഴയ കഥകള്. തമിഴിലല്ലേ ഒരു ഡിഫറൻസ്. അങ്ങനെ വരത്തില്ലേ, ഈ ഹീറോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, കണ്ണു തിരിയാതെ ആൾക്കെല്ലാം ക്രോസ് പണി കൊടുക്കുന്നത് റോഡ് അതുമാതിരി. ഗജനി അതന്നെ. അപ്പൊ ഈ ടൈപ്പ് ഓഫ് സാധനങ്ങൾ കണ്ട് എനിക്ക് നമ്മളിപ്പോ ഒരു കുഞ്ഞിലെ ഒരു ടീനേജർ കൊച്ചിന്റെ മനസ്സിൽ വരുന്ന ഓരോ ഫാന്റസീസ് ഇല്ലേ, ഓ എന്റെ പിറകെ ഇങ്ങനെ ഒരുത്തം വന്ന് ഇങ്ങനെ എന്നെ വായി നോക്കി എന്നെ കാണാൻ എന്തൊരു സുന്ദരിയാന്ന് പറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ അങ്ങനെ എന്റെ ലൈഫിൽ ടു ബി വെരി ഓണസ്റ്റ് എന്റെ ലൈഫിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ടോ എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഒരു യു ആർ സോ പ്രിറ്റി എന്നുള്ളത് ഒരു എവറി ഡേ കൈൻഡ് ഓഫ് ഫീലിംഗ് എനിക്ക് ഞാൻ ഏതൊക്കെ ഇപ്പൊ എന്റെ പാസ് ഇരിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്, ഐ വാസ് ഓൾമോസ്റ്റ് ഓൾവേസ് ഇൻസെക്യൂർ. ബിക്കോസ് എന്താ പറയാ, ഐ ഓൾവേസ് ഫെൽറ്റ് ഇൻസെക്യൂർ ബിക്കോസ് എന്റെ കൂടെ നിൽക്കുന്നവരെ ഓൾവേസ് വേറെ പെണ്ണുങ്ങളായിരുന്നു നോക്കുന്നത്. ദേ യൂസ് ടു ലുക്ക് അറ്റ് അതർ വിമൻ ആൻഡ് സേ ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അപ്പൊ ഐ യൂസ് ടു ഫീൽ ലൈക്ക് ഓക്കെ ഐ എം ഐ നോട്ട് ബ്യൂട്ടിഫുൾ എന്നൊരു ഫീലിംഗ്. അത് മേ ബി അത് എൻ്റെ ഒരു ഏജന്റെയും കൂടെ പ്രശ്നമായിരിക്കാം. പക്ഷേ ദിസ് ഫെലോ ഹാസ് മെയ്ഡ് മീ ഫീൽ സോ സെക്യൂർ ഈവൻ വെൻ ഐ വാസ് ഹിസ് ഫ്രണ്ട്. ഒരു ഫ്രണ്ട് ആയിട്ടിരിക്കും പോലും ഈവൻ വെൻ ഐ എം വെയറിംഗ് മൈ ഒരു നൈറ്റ് ഡ്രസ്, വീട്ടിലെ നൈറ്റ് ഡ്രസ് ഇട്ട് ഒരു പന്ന ലുക്കിൽ ഇങ്ങനെ വെറുതെ ഇതായിട്ടിരുന്നാലും ഹി ബി സിമ്പിൾ ലുക്കിംഗ് അറ്റ് മീ ടെല്ലിങ് എന്ത് ഭംഗിയിടാ നിന്നെ കാണാൻ എന്നിങ്ങനെ ചുമ്മാ പറയും. അത് വെറുതെ പറയുന്നതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ വെറുതെ ഇങ്ങനെ പറയും ഇരിക്കുന്ന ഇരിപ്പിനും. അപ്പം എനിക്ക് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആണ്, വീട്ടിലിരിക്കുന്ന ഉടുപ്പിലും കൊള്ളാമല്ലേ എന്നെ കാണാൻ എന്നൊരു ഫീലിംഗ്. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു 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 കാര്യങ്ങൾ ഹി ഹസ് ഡൺ. ഇപ്പൊ എവിടെയെങ്കിലും ഷോപ്പിൽ പോകുമ്പോൾ എന്റെ പേഴ്സും പിടിച്ച് എന്റെ പിന്നാലെ നടക്കുന്നതായാലും എനിക്കിപ്പോ എന്തെങ്കിലും കൈ കഴിക്കുന്നു ഹീൽ ഹോൾഡ് എവറിത്തിങ്. എന്നോട് പറയും நீங்க வந்தா மட்டும் போதுங்க. ഈ ഡയലോഗാണ് എന്റെ അടുത്ത് പറഞ്ഞത്. കണ്ണമ്മ നീங்க വന്നാ மட்டும் ഓ കണ്ണമ്മ കണ്ണമ്മ തന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ കുട്ടി 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 കാര്യങ്ങളാണ് ചെയ്ത് തന്നോണ്ടിരുന്നത്. പക്ഷെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വാസ് ലൈക്ക് എ ഹ്യൂജ് തിങ് ഫോർ മീ ആൻഡ് ദാറ്റ്സ് ഹൗ ഐ എൻഡഡ് അപ്പ് ഹാവിങ് എ ക്രഷ് ഓൺ ഹിം ബിക്കോസ് ഐ കുഡ് സീ ഓൾ കൈൻഡ്സ് ഓഫ് തമിഴ് ഒരു മൂവി ക്യാരക്ടേഴ്സ് ഇൻ ഹിം. ഞാൻ ഫാന്റസൈസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അപ്പൊ അത് കിട്ടുന്നുണ്ട് എനിക്ക്, മനസ്സിലായില്ലേ? ആൻഡ് ദാറ്റ്സ് ഹൗ ഐ ഫെൽ ഫോർ ഹിം. ആൻഡ് when he proposed also എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ട വന്നില്ല ബിക്കോസ് എന്റെ ഒരു എവറിഡേ ലൈഫിൽ ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഹി നോസ് മൈ എവറിത്തിങ്. എന്റെ പാസ്റ്റ് റിലേഷൻഷിപ്സ് ആയാലും എന്റെ പാസ്റ്റ് ഫ്രണ്ട്ഷിപ്സ് ആയാലും എന്റെ വീട്ടിലെ കാര്യങ്ങളും എവറിത്തിങ് ഹി നോസ് എവറിത്തിങ്. അതെല്ലാം അറിഞ്ഞിട്ടും എനിക്ക് ഒരുപാട് എന്റേതായ തന്നെ ഫോൾസ് ഉണ്ട്. അതെല്ലാം ഇഷ്ടപ്പെട്ട് അതിൽ നല്ല നന്മ കണ്ടെത്തി എന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ദിയയുടെ ആ ഒരു ടൈമിൽ ആ ഒരു വൾണറബിൾ സിറ്റുവേഷൻ ഒബ്വിയസ്ലി ബ്രേക്കപ്പ് കുറെ അപ്പൊ ആ ഒരു വൾണറബിൾ സിറ്റുവേഷനും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അശ്വിൻ എനിക്ക് തോന്നുന്നു. ഓൾവേസ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹി നെവർ വാണ്ടഡ് ടു ബി ഇൻ എ റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ എനിക്കിപ്പോ നിന്നെ ഒന്ന് പ്രേമിച്ച് എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് കിട്ടി എനിക്കൊന്ന് ഫേമസ് ആവണം എന്നുള്ളൊരു തോട്ട് എന്റെ ലൈഫിൽ വന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു എക്സെപ്റ്റ് ഫോർ ഹിം. ഇവൻ എന്റെ അടുത്ത് ഒരു പ്രാവശ്യം പോലെ എന്റെ ഒരു ഫോട്ടോ എടുത്തൊന്ന് സ്റ്റോറി ഇടാവോ, എന്നെ ഒന്ന് ടാഗ് ചെയ്യാവോ, അങ്ങനെയൊന്നും എന്നോട് ഇന്നേ വരെ ഇപ്പോഴും നല്ല 2-3 വർഷം മുന്നേ പോലും എന്നോട് ചോദിച്ചിട്ടില്ല. ഹിസ് നെവർ ആസ്ക്ഡ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യം ഐ ഹവ് റെസ്പെക്റ്റഡ് ബിക്കോസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്റെ കൂടെ നിൽക്കുന്ന ആളാണ്, അല്ലാതെ എന്റെ വേറൊന്നും കണ്ടിട്ടൊന്നും അല്ല. ആൻഡ് എന്നെ കൊണ്ട് എവിടെയും ബില്ല് അടക്കിപ്പത്തില്ല, ഒന്നും ചെയ്തില്ല. ഹി പേസ് ഹിസ് ഓൺ ബിൽ. പറയും എനിക്ക് എന്റെ ബില്ല് അടയ്ക്കണം, അത് നീ അടയ്ക്കണ്ട എന്നുള്ളൊരു സംഭവം. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളില്ലേ, ബിക്കോസ് എന്റെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരും എന്റെ കാർഡ് എടുക്കുക വീശുക ഇതായിരുന്നു മെയിൻ പണി. അത് ഫ്രണ്ട്സ് ആയാലും, മനസ്സിലായില്ല? അപ്പൊ അതൊരു എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ നമ്മൾ ഈ ആർട്ടിസ്റ്റ് ആ ലെവലിൽ നിൽക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കുറെ പേരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റില്ല തോന്നുന്നു. അതെ, പക്ഷെ ഐ ഡിഡ് എ മിസ്റ്റേക്ക് വേർ ഐ ട്രസ്റ്റഡ് എവരിബഡി. കൂടെ നിൽക്കുന്നവർ എല്ലാവരും സത്യമെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. പക്ഷെ ഇപ്പോ for the past 1 year I've like cut out so many people from my life. I have only like him, Anjali, ലക്ഷ്മി, ആര്യ, അങ്ങനെ കയ്യിൽ എണ്ണാവുന്ന 3-4 ഫ്രണ്ട്സ് who has been there with me for years. എന്റെ സ്കൂൾ ഫ്രണ്ട്സ്. ഇവരല്ലാതെ വേറെ ആരോടും ഞാൻ സംസാരിക്കാറില്ല, ഹാങ് ഔട്ട് ചെയ്യാറ്. ബട്ട് ഐ എം സോ സാറ്റിസ്ഫൈഡ് ഇൻ ലൈഫ് ബിക്കോസ് സീക്രട്ട് പറയുന്നെങ്കിൽ എന്താ, ഹിം ഓർ മേ ബി അഞ്ജലി, അത്ര മതി. സ്മോളർ ദ ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഇവിടെ എന്നെ എന്തെങ്കിലും പേസ വിടുമാ
ഇല്ല എനിക്ക് Like, he ചുമ്മാ loves കണ്ടോണ്ടിരിക്കാൻ listening. ഇഷ്ടം. ഇങ്ങനെ ഞാൻ പറയുന്ന കേട്ടോണ്ടിരിക്കാൻ ഇഷ്ടം. ഇവൻ തന്നെ പറയും വേണമെങ്കിൽ എന്റെ അടുത്ത് വരുന്നതിന് മുന്നേ പറഞ്ഞു ഇന്റർവ്യൂവിൽ നീ തന്നെ സംസാരിച്ചു, ഞാൻ സൈഡിൽ വേണമെങ്കിൽ ചിരിച്ചോണ്ടേ ഇരുന്നോളാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഇത്രയും അശ്വിന്റെ ഇത്രയും സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ഗായ്, എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ഇത് കാണുന്ന പെമ്പിള്ളാരൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു ചെറുക്കനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചേരെ. അയ്യോ ഇല്ല, ഞാൻ വാഴ ഇല്ല, അങ്ങനെയൊക്കെ പറയണം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ലവ് സ്റ്റോറി. ടീച്ചേഴ്സ് അക്കാഡമി OET IELTS-നും #1 ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ അവരാണ് നമുക്ക് ഈ ഒരു ഗെയിം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ക്ലാസ്സിൽ കുറച്ച് വേർഡ്സ് ഉണ്ടാവും. ഓക്കെ, അത് ദിയ എടുത്ത് വായിക്കണം. അത് വായിച്ചത് കേട്ടിട്ട് അതിന്റെ സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് അശ്വിൻ ഇവിടെ ഗസ് ചെയ്ത് എഴുതണം. നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത വാക്കുകളായിരിക്കും. ഓക്കെ, സോ അതിനൊന്ന് എടുക്കാം. എടുക്കട്ടെ? ഇത് വായിക്കാൻ പറ്റണം ആദ്യം. നൊക്കാർഡിയോസിസ്. നൊക്കാർഡിയോസിസ്. എന്റെ പൊന്നേ, പെർഫെക്റ്റ്. കാർഡിയോസിസ് എന്താണെന്നറിയോ? നോ, ഐ ഡോണ്ട് നോ. നമുക്ക് എന്താ പറയാ, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്ന അതിനല്ലേ പറയുന്നത്. അയ്യോ, നമ്മള് രണ്ടുപേരും. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാ, അതന്നെയാണോ നോക്കട്ടെ. അയ്യോ അതല്ലടാ, വിട്ടോളാം. ആ കോൺഫിഡൻസ് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു അതിനെ ഗൂഗിൾ വരെ പറ്റിച്ചു. ആദ്യം IELTS ക്ലാസ്സിന് ഇപ്പൊ ആദ്യം പൂജ പറഞ്ഞു വിടാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മളെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ്. മനസ്സിലായോ? അതാണ് നൊക്കാർഡിയോസിസ്. നെക്സ്റ്റ് ഞാൻ എന്നെ പറ്റി പുകഴ്ത്തിയൊക്കെ വിട്ടേക്കാണ്. പാടുള്ള വാക്കാണ്. നോക്കട്ടെ, BA ലിറ്ററേച്ചർ ഇംഗ്ലീഷ്. അത് വീണ്ടും പിന്നെ എടുത്ത് പറയണ്ട, അതവരെ കട്ട് ചെയ്ത് കളഞ്ഞു വെച്ചിട്ട്. ഇതെന്താ? കുട്ടേനിയസ്. ഞാൻ അങ്ങനെ വാക്ക് ക്വിറ്റേനിയസ്, അതായത് നമ്മുടെ സ്കിന്നിനൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ക്യൂട്ടേനിയസ്. എനിവേ ചില സൈഡിലൊരു മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. I don't know. നോക്കട്ടെ എന്താ I don't know. നോക്കട്ടെ. I'll go for I. I look like one idiot. ക്യൂട്ട്. ഓക്കെ, എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് അശ്വിൻ തന്നെ പറ സ്പെല്ലിംഗ്. Spelling പറ. ഇവിടെ ഇതിന് അതിന് പകരം ഈ Cutaneous. Oh, E. Oh, you are the confusing near. Okay. അവിടെയാണ് ഞാൻ തെറ്റിയത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുറെ ടേംസ് നമുക്ക് അറിയാത്തുണ്ടാവില്ലേ? സോ ഈ OET IELTS ഒക്കെ നമുക്ക് നല്ല നല്ല ഇംഗ്ലീഷ് ഗ്രാമേഴ്സ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. സോ ഇതിന് ടിജൂസ് അക്കാഡമി ബെസ്റ്റ് ആണ്. ഓക്കെ, അയ്യോ ഇതെന്താ? ഓക്കെ, പ്ലാസ്മാഫെറസിസ്. ഇവൻ കുറച്ചുകൂടെ ബുദ്ധിജീവി എന്നെക്കാൾ ഇങ്ങനത്തെ കാര്യത്തില്. പ്ലാസ്മാഫെറസിസ്. സ്റ്റൈലിഷ് ആയിട്ട് എഴുത്. എന്റെ പൊന്നിടാവേ അല്ലേ? പ്ലാസ്മാഫെറസിസ്. കാണിച്ചു കൊടുക്കൂ. പ്ലാസ്മാഫെറസിസ് അതായത് നമ്മുടെ ഈ ബ്ലഡിന്റെ പ്ലാസ്മ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് പ്ലാസ്മാഫെറസിസ്. ഓക്കെ, നമ്മളിത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും മെഡിക്കൽ സ്റ്റുഡൻസ് ആയി മാറും. വമ്പിച്ച പോരാട്ടം. അതെ, വമ്പിച്ച പോരാട്ടത്തോട് കൂടെ മുന്നേറി നാർക്കോലെപ്സി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. നാർക്കോലെപ്സി. നമ്മുടെ അശ്വതി എഴുതുമ്പോ തെറ്റില്ലേ? നിങ്ങളുടെ രണ്ടുപേരും നാർക്കോലെപ്സിസ്. എന്താ ഡേ ടൈമില് ഉറക്കം അൺകൺട്രോളബിൾ ആയിട്ട് ഡ്യൂറിംഗ് ഡേയ്സ് സ്ലീപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നാർക്കോ ഇത് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു ടാസ്ക് ഇവർ ഗംഭീരമായിട്ട് ഇവിടെ എന്താ പറയാ നമ്മുടെ സ്പോൺസർ ടാസ്ക് ചെയ്തിരിക്കുകയാണ്. ഒരു കൈയടി. അശ്വിന് ഒരു പോയിന്റ്, പക്ഷെ അശ്വിനും ഡ്രോ ആണ്. യെസ്, കൈ കൊടുക്കും രണ്ടുപേരും. ഭടന്മാർ. ആക്ച്വലി ഇതേപോലത്തെ കടും കെട്ടി വേർഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ നമുക്ക് മനസ്സിലാവാത്തത്, ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ടിജൂസ് അക്കാഡമി. OET IELTS ക്ലാസ്സുകളൊക്കെ സൂപ്പറായിട്ട് ഇവരെടുക്കും. അപ്പൊ ഉറപ്പാണ് വിജയം ടിജൂസ് അക്കാഡമി. OET IELTS ന്റെ #1 ടിജൂസ് അക്കാഡമി തന്നെ. ടിജൂസ് അക്കാഡമി, ഉറപ്പാണ് വിജയം.